ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഇവിടെ ആദിലയും നൂറയും ഒരു ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറുകയാണ്. നൂറ് ശരിക്കും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് ഭംഗിയായി നിൽക്കണം. ആദില ബാത്റൂമിൽ കയറുന്നുണ്ട്, നൂറയെ രണ്ടാമത് വിളിച്ചു കൊണ്ടുപോകേണ്ട. ആ സമയത്ത് അക്ബർ, അതുപോലെ തന്നെ ഷാരിക, ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദില ബാത്റൂമിലേക്ക് നൂറയെ വിളിച്ചു കൊണ്ടുപോയി കഥ കടച്ചപ്പോൾ തന്നെ ഷാരിക പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടെ അനുവദിച്ചു, ഇതെന്താ ഹണിമൂണിന് വന്നതാണോ, ഇതിവിടെ അനുവദിക്കാൻ പറ്റില്ല. ഒരു ഭാര്യ ഭർത്താവ് ആരും ആണെങ്കിലും ഇതിങ്ങനെ ബാത്റൂമിൽ കയറി അവർക്ക് ഇപ്പോൾ വേണ്ടാത്തിനല്ല എങ്കിലും കൂടിയിട്ട് അവർക്ക് വർത്തമാനം പറയാനോ സ്വകാര്യം പറയാനോ അങ്ങനെയൊക്കെ ആണെങ്കിലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലോ ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അക്ബർ പറഞ്ഞിട്ട് ശരി, ഞാനും എൻ്റെ ഭാര്യ ഇപ്പോൾ ഭാര്യ വരികയാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ഭാര്യനെയും കൂടിയിട്ട് ബാത്റൂമിൽ കയറാൻ പറ്റില്ല, അതിവിടെ അനുവദനീയമല്ല. കാരണം എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാത്റൂമിൽ ഒരുമിച്ച് കയറാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്കും എന്ന് അക്ബർ പറഞ്ഞത് ശരിക്കും കളിയാക്കിയിട്ടാണ് പറയുന്നത്. ശരിക്കും അപ്പോൾ ഇവരിങ്ങനെ തന്നെ സ്ഥിരം ചെയ്യാറ് എന്ന് നമ്മുടെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂറ് ശരിക്കും എന്തിനാണ് കയറിയത്, രഹസ്യം പറയാനോ അല്ലെങ്കിൽ എന്തിനു സഹായത്തിനോ എന്തിനാണെന്ന് അറിയില്ല. നൂറ് ശരിക്കും വെൽ ഡ്രസ്ഡാണ്, കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ അതിലേ കുളിപ്പിക്കാനോ അതെന്ത് രഹസ്യങ്ങൾ പറയാനോ ഇനിയിപ്പോൾ ശാരീരികത്തിന് എന്തെങ്കിലും നീക്കങ്ങൾ അതൊന്നും അറിയില്ല. പക്ഷെ രണ്ടുപേരും ബാത്റൂമിൽ കയറിയ തെറ്റുള്ള കാര്യം തന്നെയാണ്, ഭാര്യയും ഭർത്താവാണെങ്കിലും പോലും. പിന്നെ ആ സമയത്ത് അടുക്കളയിൽ നടക്കുന്നത് എന്താണെന്നറിയോ, അനുമോള് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻഷി രഞ്ജിത്തിന് അനുമോളെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ബിൻസി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബിൻസി ആണെങ്കിൽ ആ ടോപ്പ് കൗണ്ടറിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ അവിടെ കയറിയിരിക്കുക, അക്ബർ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അല്ല ബിൻസി പറയുകയാണ്, അനുമോൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് പാചകം ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഇരിക്കുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കാലൊക്കെ വെച്ച് പാചകം ചെയ്യാൻ അനുമോൾ ഒരു ദിവസം ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അനുമോളെ എടുത്തു വന്നിട്ട് സരിക ചോദിക്കുന്നുണ്ട്, എന്താ അനുമോളെ ഈ മുൻഷിയും ബിൻസിയും കൂടിയിട്ട് നിന്നെ ചൊറിയുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എന്നുണ്ട്, ഞാൻ ഇടപെടുന്നോ ചോദിക്കുന്നുണ്ട് സരിക. അപ്പോൾ വേണ്ട വേണ്ട, ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. 99 ഡേയ്സായിട്ട് അനുമോൾ അവിടെ നിൽക്കണതല്ലേ, എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുമോൾ കറിയൊക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി നിന്നിട്ട് തക്കാളി എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് മുൻഷി ചോദിച്ചിട്ടുണ്ട്. അത് സാരില്ല, ആവശ്യമില്ലാത്തപ്പോൾ അതുകൊണ്ട് എടുത്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും ചെറുതാക്കി അരിയണം എന്നൊക്കെ പറഞ്ഞ് മുൻഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബിൻസിക്ക് കുറച്ച് കറി കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തേക്ക് ഭയങ്കര ചൂടാണ്. ബിൻസി പറയണ്ടേ, അയ്യോ മനുഷ്യരുടെ ദേഷ്യം നീ എന്തിനാ എന്നോട് തീർക്കുന്നത്, നിനക്ക് എന്നോട് ഇത്ര പൂർവ്വ വൈരാഗ്യമുണ്ടോ, നിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് ചിരിച്ചിട്ട് അപ്പോൾ അനുമോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടുള്ള കറിയാണല്ലോ കയ്യിലേക്ക് വീണിരിക്കുന്നത്. അപ്പോൾ അനുമോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ വിശേഷമായിട്ട് വരാം കേട്ടോ.